ബീഹാറിലെ സ്വതന്ത്ര എം പി പപ്പു യാദവ് അറസ്റ്റിൽ. 1995-ലെ വിവിധ ക്രമക്കേട് കേസുകളിലാണ് അറസ്റ്റ്. ആരോഗ്യ കാരണങ്ങളാൽ യാദവിനെ ആശുപത്രിയിലേക്ക് മാറ്റി. നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എല്ലാ കാലഘട്ടങ്ങളിലും കുപ്രസിദ്ധനായ ഒരു രാഷ്ട്രീയ നേതാവാണ് പപ്പു യാദവ്. അടുത്ത കാലത്ത് കോൺഗ്രസുമായൊക്കെ വളരെ ബന്ധം സ്ഥാപിക്കുകയും കോൺഗ്രസിലേക്ക് ഒരു ഘട്ടത്തിൽ എത്തുകയും ഒക്കെ ചെയ്തിരുന്നു പപ്പു. ഇപ്പോൾ 95-ലെ ഏതൊക്കെ കേസുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത്? ഗൗതം, ബീഹാറിലെ വളരെ ശ്രദ്ധേയനായ രാഷ്ട്രീയ നേതാവാണ്, വളരെ കുപ്രസിദ്ധി ആർജിച്ച നേതാവാണ് രാജേഷ് രഞ്ജൻ എന്ന പപ്പു യാദവ്. പൂർണിയ മണ്ഡലത്തിൽ നിന്നുള്ള സ്വതന്ത്ര എം പി ആണ് ഇയാൾ. നേരത്തെ RJD-യിലും അതേപോലെ തന്നെ JD-യിലും കോൺഗ്രസിലും ഒക്കെ ഇയാൾ മാറി മാറി പയറ്റിയിട്ടുണ്ട്. ഈ കാലയളവിലൊക്കെ തന്നെ വലിയ അഴിമതികളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. പ്രത്യേകിച്ച് 1990-കളിൽ ഇയാൾ നടത്തിയ വലിയ, അല്ലെങ്കിൽ ആ കാലഘട്ടത്തിൽ നടത്തിയ വലിയ അഴിമതികൾ വളരെ ചർച്ചയായിരുന്നു. രാജ്യം മുഴുവൻ വളരെ ചർച്ചയായിരുന്ന അഴിമതി കഥകളായിരുന്നു അത് എന്നുള്ളതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നതും ഈ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണ്. 1995-ലെ വ്യാജരേഖ കേസ്, അതേപോലെ അതുമായി ബന്ധപ്പെട്ട അഴിമതി കേസിലൊക്കെയാണ് ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നലെ രാത്രി ഇയാളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇയാൾക്ക് ദേഹാസ്വസ്ഥ്യം അനുഭവപ്പെടുകയും ഇയാളെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ആശുപത്രിയിൽ ഇയാൾ ചികിത്സയിൽ തുടരുകയാണ്. ഗൗതം. ഓക്കെ നന്ദൻ, വളരെ കുപ്രസിദ്ധി ആർജിച്ച ബീഹാറിൽ നിന്നുള്ള രാഷ്ട്രീയ നേതാവാണ്, ഇപ്പോഴത്തെ MP ആണ് പപ്പു യാദവ്. ഇയാളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. 95-ലെ ചില അഴിമതി കേസുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോഴത്തെ അറസ്റ്റ്. മുമ്പും പപ്പു യാദവ് കൊലപാതക കേസുകളിൽ ഉൾപ്പെടെ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട്. നന്ദഗോപനാണ് വിവരങ്ങളുമായി ചേർന്നത്.